ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും സ്വാതന്ത്ര്യം ടൂവിൻ്റെ നാളത്തെ പ്രൊമോ റിവ്യൂവിലേക്ക് സ്വാഗതം. അങ്ങനെ കാട്ടിൽ വെച്ചിട്ട് ആര്യയും ഇതിനും കൂടിയിട്ട് പൊരിഞ്ഞടിയാവുകയാണ്. ഒടുവിൽ നമ്മുടെ ആര്യയാണെങ്കിൽ മിഥുൻ്റെ മൂക്കിനിട്ട് നോക്കിയിട്ട് ഒരു 5 ഇടി ഇടിക്കുമ്പോഴേക്കും മിഥുൻ്റെ ബോധം പോവാണ് കേട്ടോ. പിന്നീടാണെങ്കിൽ ആര്യയും ഇത്രയും വന്നിട്ട് മിഥുനെ കുറേ തട്ടി വിളിച്ച് നോക്കുന്നുണ്ട്, പക്ഷേ മിഥുൻ എണീക്കണില്ല. ഒടുവിൽ ആര്യയാണെങ്കിൽ മിത്രേനെയും വിളിച്ചിട്ട് കാട്ടിൽ നിന്നും പുറത്തേക്ക് വരികയാണ് കേട്ടോ. പുറത്ത് വന്നതിന് ശേഷം മിത്രയാണെങ്കിൽ ആര്യയോട് ചോദിക്കുകയാണ്, മിഥുനെ കുറേ വിളിച്ചിട്ട് അവൻ എണീക്കണില്ലല്ലോ, ഇനി ഒരു പക്ഷേ അവൻ മരിച്ചു കാണുമോ? അങ്ങനെ മരിക്കുകയാണെങ്കിൽ പോലീസ് നമ്മളെ തെരഞ്ഞു വരില്ല ആര്യ എന്ന് പറയുന്നത്. ആര്യയാണെങ്കിൽ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് മിത്രേനെയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് വരുന്ന സമയത്ത് ശ്രീദേവി ആണെങ്കിൽ ആര്യയുടെ കയ്യിൽ ആ മുറിവ് കണ്ടിട്ട് ചോദിക്കുകയാണ്, ഇത് എങ്ങനെ പറ്റിയതാണ് ആര്യ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ആര്യ ഒന്നും മിണ്ടണില്ല കേട്ടോ സുഹൃത്തുക്കളെ. പിന്നീടാണെങ്കിൽ മിഥുൻ്റെ കൂട്ടുകാരനാണെങ്കിൽ മിഥുനെ വന്നിട്ട് കുറേ തട്ടി വിളിക്കുന്ന സമയത്ത് മിഥുൻ എണീക്കണില്ല. അങ്ങനെ കൂട്ടുകാരൻ മിഥുനെ തോളത്ത് കയറ്റിയിട്ട് നേരെ കാടിന് പുറത്ത് വന്നിട്ട് അവിടെ ഒരു റോഡിൻ്റെ സൈഡിൽ ഒരു ഗേറ്റ് ഉണ്ടാവും. ആ ഗേറ്റിൻ്റെ സൈഡിൽ കൊണ്ടുപോയിട്ട് ചാർത്തി വെച്ചിരിക്കുകയാണ് കേട്ടോ. ആ സമയത്താണ് നമ്മുടെ ബാലൻ ആ വഴി വരുന്നത്. ബാലനാണെങ്കിൽ മിഥുനെ കണ്ടിട്ട് മൂക്കിലിങ്ങനെ തൊട്ട് നോക്കുകയാണ് ശ്വാസം ഉണ്ടോയെന്ന്. അതോടുകൂടി പ്രൊമോ കഴിയുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്തിട്ട് പോണേ.